ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നെന്ന് കരുതുന്നു. ഇവിടെ ഞങ്ങൾക്ക് സുഖം തന്നെയാണ്. അപ്പോൾ രാവിലെ ഉപ്പുമാവാണ് ഇന്നുണ്ടാക്കുന്നത്. ഉപ്പുമാവ് ഉണ്ടാക്കി. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പഴമാണ്. വീട്ടിൽ നിന്ന് അച്ഛൻ വന്നപ്പോഴത്തേക്ക് പാളയംകുടം പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. നല്ല നാടൻ പഴം, അച്ഛൻ തന്നെ കൃഷി ചെയ്ത് വിളയിപ്പിച്ചെടുത്ത കൊലയാണ്. നല്ല നാടൻ പാളയംകുടൻ പഴം. അപ്പോൾ പഴം ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കിയത്. അപ്പോൾ ഉപ്പുമാവും പഴവും കൂട്ടിയൊക്കെ കാപ്പുകൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ രാവിലെ തന്നെ നമുക്കൊരു മുട്ടൻ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ജപ്പാൻ്റെ കണക്ഷൻ വരുന്ന പൈപ്പ് പൊട്ടിപ്പോയി. രാവിലെ വന്ന് നോക്കിയപ്പോൾ രണ്ടായിട്ട് ഒടിഞ്ഞ് കിടക്കുന്നു. പിന്നെ ഇവിടെ ഈ ചാമ്പയ്ക്ക മൂളി ഒത്തിരി കിടപ്പുണ്ടല്ലോ, വല്ല കനമുള്ള ചാമ്പയ്ക്ക എന്തോ വന്ന് വീണിട്ട് ഒടിഞ്ഞു പോയിട്ടുള്ളതാണ്. ഇച്ചിരി ഉറഞ്ഞു നിന്ന പൈപ്പായിരുന്നേ. അപ്പോൾ രാവിലെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അച്ഛനും കൂടെ ഒന്ന് വന്ന് നോക്കി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി. അപ്പോൾ നമ്മൾ പ്ലംബറെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾ വരുന്നതിന് മുന്നേ നമുക്ക് ഈ വെള്ളം പോയിക്കൊണ്ടിരുന്ന പറ്റത്തില്ലല്ലോ, അതെങ്ങനെയെങ്കിലും ഒന്ന് ബ്ലോക്ക് ചെയ്യാനുള്ള കാര്യം അവർ നോക്കുകയാണേ. അപ്പോൾ പിന്നെ വെള്ളം നമ്മൾ ഉപയോഗിക്കാതെ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന നമ്മൾ തന്നെ ബില്ലടയ്ക്കണ്ടേ. പിന്നെ കുറേ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും മോനത് ഒരു കണക്കിന് അടച്ചൊക്കെ വെച്ചു കേട്ടോ. അത്യാവശ്യമായിട്ട് വീട്ടിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുള്ളത് കൊണ്ട് ഊണ് കഴിക്കാനൊന്നും അച്ഛൻ നിന്നില്ല. പിന്നെ വാഴപ്പിണ്ടിയും എനിക്ക് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാവർക്കും വാഴപ്പിണ്ടിയും ചെറുപയറും കൂട്ടി തോരൻ വയ്ക്കുന്നത് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ക്യാബേജ് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനതൊക്കെ കൊത്തിയെടുക്കുകയാണ് കേട്ടോ. ക്യാബേജ് തോരനും പിന്നെ ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ലായിരുന്നേ. അപ്പോൾ ഒരു ഒഴിച്ചുകറി എന്താണ് ഉണ്ടാക്കുന്നതെന്ന് ഇങ്ങനെ കരുതിയിരുന്നപ്പം ഉരുളക്കിഴങ്ങ് സവോളയൊക്കെ കൂടെ വറുത്തരച്ച് കറി വയ്ക്കാമെന്ന് ഞാൻ വിചാരിച്ചു. നമ്മൾ ബീഫ് കറിയൊക്കെ വയ്ക്കില്ലേ, ആ ഒരു മെത്തേഡിലാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ തേങ്ങയുടെ കൂടെ പെരിഞ്ചീരകം, ഉള്ളി, കറിവേപ്പില, 2 കുരുമുളക് അതൊക്കെ കൂടെ ഇട്ടൊന്ന് വറുത്തെടുക്കും. എന്നിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും പൊടികളൊക്കെ ചേർക്കുകയുള്ളൂ. അപ്പോൾ തേങ്ങയൊക്കെ മൂത്ത് വരുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ പൊടികളൊക്കെ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് കിട്ടണം. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ക്യാബേജ് തോരൻ, സിമ്പിളായിട്ട് ഒരു ക്യാബേജ് തോരൻ കൂടെ ഉണ്ടാക്കണം. അതിന് സവോള, പച്ചമുളക്, ക്യാബേജ്, അതിലേക്ക് തേങ്ങ, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം ഇട്ടിട്ടുണ്ട്. ഇന്ന് ക്യാരറ്റ് ഇല്ലായിരുന്നേ. അപ്പോൾ ഉള്ളതെല്ലാം അരിഞ്ഞെടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇനി അത് വറയിലേക്ക് ഇട്ട് സിമ്പിളായിട്ട് നമുക്കതൊന്ന് ചെയ്തെടുക്കാം. ഇന്നിപ്പം മോൾക്ക് ചോറ് കഴിച്ചിട്ട് ക്ലാസ്സിന് ഇരിക്കേണ്ടതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കറികളൊക്കെ ഇന്ന് ഉണ്ടാക്കിയെടുക്കുകയാണേ. കോളേജിൽ ബിൽഡിങ്ങിന് പെയിൻറ്റിങ് നടക്കുന്നതുകൊണ്ട് 2 ദിവസത്തേക്ക് ഓൺലൈനായിരുന്നു കേട്ടോ ക്ലാസ്. അപ്പോൾ അതുകൊണ്ട് മോൾ വന്നിട്ട് എന്നോട് പറഞ്ഞ് ഞാനത് ചിക്കി കൊടുത്തോളാം. അപ്പോൾ ക്യാബേജ് മോളാണ് കേട്ടോ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ തേങ്ങാരപ്പെല്ലാം അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അത് കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് കറി റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ തിളച്ച് വരുന്ന സമയത്ത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മണവും ഉണ്ടാവും, നല്ല ടേസ്റ്റും ഒക്കെ ആയിരിക്കും. അപ്പോൾ കറികളെല്ലാം ഞാൻ കൂട്ടിയെടുത്ത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗരം മസാലപ്പൊടിയും ഞാൻ ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ താളിച്ചൊഴിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. താളിച്ചൊഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇപ്പോൾ സമയക്കുറവ് കൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഊണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ അധികം വെയിലും ഇല്ല, എന്നാൽ മഴയില്ല. ഒരു മൂടി നിൽക്കുന്ന ഒരു കാലാവസ്ഥയായിരുന്നു. പിന്നെ തുണിയൊക്കെ അധികമൊന്നും ഉണങ്ങി കിട്ടിയില്ല, കഴുകിയത് അങ്ങനെ തന്നെ കിടക്കുകയാണ്. ചെറിയ കാറ്റൊക്കെ ഉണ്ട്, ചെറുതായിട്ടൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം വൈകുന്നേരം ഞാൻ പുറത്തിരിക്കുന്ന സമയത്ത് 2 കുട്ടികളിങ്ങനെ ചാമ്പയ്ക്ക പറിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അത് താഴെ നിന്ന് പറിച്ചിട്ട് അവർക്ക് പറ്റുന്നില്ല. പിന്നെ അതിൽ നിന്ന് ഒരാൾ മുകളിൽ കയറി, ഒരാൾ താഴെ നിന്ന്. മുകളിൽ കയറിയപ്പോൾ എനിക്കാണ് പേടിയായി. കാര്യം ഈ മഴ വീണിട്ട് ഇതെല്ലാം ഇങ്ങനെ ഇഴുക്കലായിട്ട് കിടക്കുകയല്ലേ. ചെറിയ കുട്ടിയാണ്. അപ്പോൾ താഴെ ഇറങ്ങാഞ്ഞിട്ട് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഇറങ്ങാൻ പറഞ്ഞിട്ട് അതുങ്ങൾ പറിക്കാതെ അവർ ഇറങ്ങത്തുമില്ല. പിന്നെ ഒരാൾ മുകളിൽ നിന്ന് ഇങ്ങനെ പറിച്ചിട്ട് കൊടുക്കുമ്പോൾ താഴെ നിൽക്കുന്ന ആൾ പിടിച്ചെടുക്കുകയാണ്. താഴെ വീണ പെട്ടെന്ന് ഈ വെള്ളം കയറിയത് കാരണം ചതഞ്ഞു പോവും. അപ്പോൾ എന്തായാലും അവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം ഞാൻ പോയി ചായയൊക്കെ ഇട്ടു. പിന്നെ മക്കൾക്ക് സുഖിയൻ കഴിക്കണമെന്നും പറഞ്ഞ് വലിയ ആഗ്രഹം പറഞ്ഞു. അപ്പം ഞാൻ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ആട്ടാപ്പൊടി ഉണ്ടായിരുന്നുള്ളത്. ആട്ടാപ്പൊടിയിലേക്ക് അല്പം ഉപ്പും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, മഞ്ഞൾപ്പൊടി,
ഇതെല്ലാം ഒന്ന് ചേർത്തിട്ട് നമുക്ക് ഈ മാവൊന്ന് കുഴച്ചെടുക്കണം. അതായത് നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡാണ് കേട്ടോ. ആ ഒരു രീതിയിലാണ് നമ്മൾ മാവ് കുഴച്ചെടുക്കേണ്ടത്, കലക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മാവിലേക്ക് കുറച്ച് വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഒന്നിച്ച് കൊടുത്തു കഴിഞ്ഞെന്നാൽ വെള്ളം കൂടിപ്പോകും. അപ്പോൾ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് മാവ് കലക്കി എടുക്കുകയാണേ. ഇതിന് മുൻപ് ഉണ്ടാക്കിയപ്പോൾ ഞാനത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മൈദ വെച്ചിട്ടായിരുന്നു. ഇതിപ്പോൾ ആട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അതാകുമ്പോൾ ഹെൽത്തിയും ആണല്ലോ. പിന്നെ ഞാൻ കുക്കറിൽ ചെറുപയർ വേവിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ശർക്കരപ്പാനി ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം പിന്നെ കല്ലും മണ്ണും ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അരിച്ച് ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി അതൊരു പാനിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് നമുക്ക് കുറച്ച് വറ്റിച്ചെടുക്കണം. അതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങ ചിരണ്ടിയത് എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഓരോ ഉരുളകളായിട്ട് ഇതുപോലെ പിടിച്ച് ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് നമുക്ക് ഓരോന്ന് മാവിൽ മുക്കി ഇതുപോലെ പൊരിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ മക്കൾ എന്തെങ്കിലും ഒരു ആഗ്രഹം പറയുമ്പോൾ നമ്മൾ അതിൽ ചേർക്കാനുള്ള ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിലും ഉള്ളത് വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ടല്ലേ. അങ്ങനെയാണ് നമ്മൾ അമ്മമാർ. മാത്രമല്ല പൊരിച്ചെടുക്കാനുള്ള എണ്ണയും കുറവായിരുന്നേ. പാചകത്തിനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ, കറിക്കൊക്കെ എടുക്കാനുള്ളതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ചീനച്ചട്ടി വെച്ചില്ല. ചീനച്ചട്ടി വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ എണ്ണ ഒഴിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രം വെച്ചിട്ടാണ് സുഖിയൻ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇത് അകത്ത് ഫില്ലിംഗ് എന്ന് വെച്ചാൽ നമ്മൾ എല്ലാം റെഡിയാക്കിയതാണ്. പുറത്ത് ആ മാവ് മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അകത്ത് വെച്ചിരിക്കുന്ന പയർ, തേങ്ങ ഇതെല്ലാം നമ്മളൊന്ന് വഴറ്റിയെടുത്തതല്ലേ. അപ്പോൾ അതൊന്നും വേകേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മറിച്ചിടാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ രണ്ട് സൈഡും റെഡിയായി നല്ലൊരു റെഡ് കളർ പോലെ ആകുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് മാറ്റാം.